1942 കളിച്ച ഒരു അടിപൊളി ചെസ് ഗെയിം കണ്ടാലോ. വളരെ കുറച്ച് മൂവ്സ് മാത്രമേ ഉള്ളൂ ഈ ഗെയിമിൽ. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇവിടെ വൈറ്റ് കളിക്കുന്ന കൊപ്പറ്റ്സ്കി എന്ന് പറഞ്ഞ പ്ലെയർ ആണ്, ബ്ലാക്ക് കളിക്കുന്ന എങ്കേർട്ട് എന്ന് പറഞ്ഞ പ്ലെയർ ആണ്. ഇവിടെ വൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോൺ E4 വെച്ചിട്ടാണ്. ബ്ലാക്ക് E5 കളിക്കുന്നു, നൈറ്റ് F3 കളിച്ച് പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ സാധാരണ മൂവ് നൈറ്റ് C6 ഒക്കെയാണ്. പക്ഷേ ഇവിടെ ബ്ലാക്ക് കളിക്കുന്ന മറ്റൊരു ഐഡിയ ആണ്, നൈറ്റ് F6 കളിച്ച് തിരിച്ച് വൈറ്റിന്റെ ആ ഒരു E4 പോണിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ വേണമെങ്കിൽ നൈറ്റിന് വന്നിട്ട് ആ പോണിനെ വെട്ടാം. പക്ഷെ കളിയിൽ നടക്കുന്നത് നൈറ്റിനെ C3യിലേക്ക് ഡെവലപ്പ് ചെയ്യാണ് വൈറ്റ്. ബിഷപ്പ് B4 കളിക്കുന്നു. ഇപ്പോൾ ആ നൈറ്റിലേക്ക് ഒരു പ്രഷറും മാത്രമല്ല ഭാവിയിൽ ആ E4 പോണിനെ നേടാനാണ് ബ്ലാക്കിന്റെ ഐഡിയ. വൈറ്റ് എങ്ങനെയാണ് കളിക്കുന്നത്? വൈറ്റ് ജസ്റ്റ് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്ത് C4ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് ക്യാൻസൽ ചെയ്യുന്നു. പോൺ D3 കളിച്ച് മറ്റേ ബിഷപ്പിനെ കൂടെ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുവാണ് വൈറ്റ്. D5 കളിച്ച് സെൻട്രലിലേക്ക് സ്ട്രൈക്ക് ചെയ്യണം ബ്ലാക്ക്. അപ്പോൾ ബ്ലാക്കിന് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സെൻട്രൽ കൺട്രോൾ ഉണ്ട്. അപ്പോൾ പോണിലേക്കും അറ്റാക്ക് ചെയ്യുകയാണ്, ആ ബിഷപ്പിലേക്കും അറ്റാക്ക് ചെയ്യുകയാണ്. വൈറ്റ് എന്താണ് ചെയ്യുന്നത്? പോൺ വെച്ച് പോണിനെ വെട്ടുന്നു, നൈറ്റ് വെച്ച് വെട്ടുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ഈ നൈറ്റിലേക്ക് അഡീഷണൽ പ്രഷറാണ്. ബിഷപ്പും നൈറ്റും കൂടെ ആ നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് അവിടെ ഒരു നൈറ്റ് അവിടെ പോയുമ്പോൾ ഒരു എക്സ്ട്രാ പോൺ ഇവിടെ ബ്ലാക്കിന് കിട്ടുന്ന പോലെ തോന്നാം. ഇവിടെ വേണമെങ്കിൽ ഇവിടെ വൈറ്റിന് ബിഷപ്പ് D2 കളിച്ച് കളി മുന്നോട്ട് പോയി സേഫ് ആയിട്ട് കളിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ വൈറ്റ് കളിക്കുന്ന പ്ലെയർ അതുപോലത്തെ സേഫ് ആയിട്ടുള്ള മൂവിന് പോകുന്നില്ല. പകരം കളിക്കുന്നത് ക്യാസൽ ചെയ്യാണ് ചെയ്യണം, കിങ് സൈഡ് ക്യാസൽ ചെയ്യാണ് ചെയ്യണം. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ വെറുതെ ഒരു പോണിനെ ഇവിടെ കിട്ടിക്കൂടെ? കാരണം എന്താണ്? നൈറ്റ് വെച്ച് നൈറ്റിനെ വെട്ടി, ബിഷപ്പ് വെച്ച് പോൺ വെച്ച് വെട്ടുമ്പോൾ ബിഷപ്പ് വെച്ച് ഒരു പോൺ കിട്ടി. ഇപ്പോൾ മൊത്തത്തിൽ ബ്ലാക്കിന് ഒരു പോയിന്റ് ഇവിടെ അപ്പായി. മാത്രമല്ല ഈ റൂക്കിലേക്ക് അറ്റാക്കും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് റൂക്ക് അവിടെ നിന്ന് മാറണമല്ലോ. റൂക്ക് B1 വരുന്നു, നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. നൈറ്റ് C6 ആണ്. ഇനി പതുക്കെ സ്ക്രൂസ് മുറക്കുവാണ് വൈറ്റ്. എങ്ങനെയാണ്? നൈറ്റ് G5. അപ്പോൾ ക്വീനിനെ H5 വേണമെന്ന് ക്വീനും നൈറ്റും ഒക്കെ ആയിട്ട് നല്ല തകർപ്പൻ അറ്റാക്കാണ് വൈറ്റ് പ്ലാൻ ചെയ്യുന്നത്. ബ്ലാക്ക് ഈ പദ്ധതി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു G5ലേക്ക് നൈറ്റിനെ ഓടിച്ചു വിടാൻ H6 കളിക്കുന്നു. നൈറ്റ് നല്ല ഹാപ്പി ആയിട്ട് ഇവിടേക്ക് വരുന്നു. നൈറ്റ് E4 വന്നിട്ട് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് കളിക്കുകയാണ്, ബിഷപ്പിനെ D4 കളിച്ച് സെൻട്രിൽ തന്നെ വെക്കുകയാണ്. ഇവിടെയാണ് വൈറ്റ് കൂടുതൽ പീസുകളെ കളിയിലോട്ട് വരുന്നത്. ക്വീൻ H5 വരുന്നു. ഇപ്പോൾ ഈ നൈറ്റും ക്വീനും എല്ലാം വളരെയധികം ആക്റ്റീവാണ്. അപ്പോൾ ബ്ലാക്ക് നോക്കുമ്പോൾ ഓക്കെ, വൈറ്റിൻ്റെ പീസുകളെല്ലാം നല്ല സൂപ്പർ അറ്റാക്ക് അല്ലേ, എന്നാൽ ഈ ഒരു ബിഷപ്പ്, ഈ വൈറ്റിൻ്റെ പവർഫുൾ ബിഷപ്പിനെ ഒഴിവാക്കാൻ വേണ്ടി ബ്ലാക്ക് കളിച്ചു നോക്കുവാണ്. നൈറ്റ് A5 കളിച്ചിട്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാനുള്ള ആദ്യത്തെ അവസരമാണ്. നിങ്ങളാണെങ്കിൽ എന്താ ഇവിടെ ചെയ്യുക? ബിഷപ്പിനെ ഒരു പക്ഷെ B3യിലേക്ക് കളിക്കോ, അത് B5 കളിക്കോ, എവിടേക്ക് നിങ്ങൾ കളിക്കും? ഇവിടെ വൈറ്റ് പ്ലെയർ കളിക്കുന്ന മൂവ് കിടലിനാണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. വൈറ്റ് പ്ലെയർ കളിക്കുകയാണ് ദ ബ്രില്യൻ ബിഷപ്പ് ടു G5. ഒരു ബിഷപ്പിനെ അങ്ങ് സാക്രിഫൈസ് ചെയ്യുകയാണ്. ഇവിടെ എന്തായാലും ക്വീൻ വെച്ച് ബിഷപ്പിനെ എടുക്കാൻ പറ്റില്ല, കാരണം എന്താണ്? നൈറ്റ് അവിടെ ഉണ്ട്. എന്നാൽ വേണമെങ്കിൽ പോൺ വെച്ച് വെട്ടിക്കൂടെ? എങ്ങാനും പോൺ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പോൺ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ദ നൈറ്റ് G5 വരും. ഇനി ഈ ചെക്ക് മേറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ക്വീനിനെ തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. ക്വീനിനെ നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വൈറ്റ് എന്തായാലും ജയിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ലൈനിലോട്ട് പോയില്ല. അതുകൊണ്ട് ബിഷപ്പിനെ എടുത്തില്ല. പകരം ക്വീനിനെ E8 കളിച്ചത്. ഇനി എങ്ങനെയാണ് ഫോളോ അപ്പ്? ഇനി ഒരു അടിപൊളി ഫിനിഷാണ് ഇവിടെ വൈറ്റ് കളിക്കുന്നത്. നമുക്കൊന്ന് കണ്ടാലോ. ബ്രില്യൻ നൈറ്റ് ടേക്സ് F6 ചെക്ക്, നൈറ്റ് ടു F6 ചെക്ക്. അപ്പോൾ ചെക്കാണ്, ക്വീനിലേക്കും അറ്റാക്കാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നൈറ്റിനെ എടുത്തില്ലെങ്കിൽ വെറുതെ ക്വീൻ പോവില്ലേ? അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റിനെ എടുത്തു നോക്കൂ. ഇനി എങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടത്? 2 മൂവിൽ ചെക്ക് മേറ്റ് ഉണ്ട്. നിങ്ങൾ എത്ര പേര് ഇത് കണ്ടുപിടിച്ചൊന്നും കമൻറ്റ് ചെയ്യണേ. കണ്ടു നോക്കിയാലോ നമുക്ക്. ക്വീൻ G6 ചെക്കാണ്. ഇനി പോൺ വെച്ച് ക്വീനിനെ വെട്ടാൻ പറ്റില്ല. അതെന്താണ് കാരണം? നമ്മുടെ ബിഷപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട് ആ ഒരു പോൺ വെച്ചിട്ട് ക്വീനിനെ വെട്ടാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഓൺലി മൂവ് ഇവിടെ കിങ് ഇങ്ങോട്ട് മാറുക എന്നുള്ളതാണ്. ഇനി കാണേണ്ടത് നിങ്ങൾ ഒരു മൂവ് ചെക്ക് മേറ്റ്, ദ ബിഷപ്പ് ടേക്സ് F6. ഒരു ബ്യൂട്ടിഫുൾ ആയുള്ള ചെക്ക് മേറ്റ്. അപ്പോൾ ഈ കൊച്ചു ഗെയിം എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.